എന്തൊരു ചൂഷണമാണ്. ഇവക്ക് വട്ടാണോ? ഇവളുടെ പേരെന്താ? ഈ വീഡിയോ ഇന്ത്യ മുഴുവൻ വൈറലാവണം. ഈ കുട്ടി കൊള്ളാം. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇതിനുള്ള മറുപടി ഞാൻ പറയാം. ഒരു 2 ആഴ്ച മുമ്പ് കരിയർ വേഴ്സസ് മാരേജ് എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ റെസ്പോൺസ് ആയിരുന്നു നമുക്ക്. ഇപ്പോൾ 11K 12K അടുത്ത് വ്യൂസ് അതിനുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ കുറേ സ്ത്രീകളിലേക്ക് അത് റീച്ച് ആവാനും അതുപോലെ തന്നെ അവർ മാറി ചിന്തിക്കാനും കാരണമായി നമ്മൾ പിന്നീട് അറിയുകയുണ്ടായി. സോ അതിൽ നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട്, പോസിറ്റീവായിട്ട് പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു മറുപടി അല്ലെങ്കിൽ അവർ പറഞ്ഞ കമൻസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഈ കമൻ്റൊക്കെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നെഗറ്റീവിൽ നിന്ന് തുടങ്ങാം. നമുക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നിയ ഒരു കമൻ്റ് എന്ന് പറയുന്നത്, പേരൊന്നുമില്ല, TDCHGSSD എന്നൊരു നെയിമിൽ ഒരു കമൻ്റാണ്. അങ്ങനെ മറ്റൊരു മണ്ടത്തരം കണ്ട് എല്ലാവരും അതിൽ മാനിപ്പുലേറ്റ് ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. മണ്ടത്തരാണോ? അതങ്ങനെയാണ്. ചില സത്യങ്ങൾ നമ്മൾ ഉറക്കെ വിളിച്ച് പറയുമ്പോൾ എന്താ പറയുക, അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ മണ്ടത്തരെന്നും പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് അതിനങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് അങ്ങ് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അതിന് വേണ്ടിയുള്ളൊരു കമൻ്റായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. നെക്സ്റ്റ് കമൻ്റ് എന്ന് പറയുന്നത് വിരാജ് KLMNO. അത്രേ ഉള്ളൂ. PQRST ഒന്നും കാണുന്നില്ല. ഇതൊരു ചൂഷണമാണ്. നിങ്ങളെ കോഴ്സിലേക്ക് പെൺകുട്ടികളെ ചേർക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ഇത് കണ്ട് കുറച്ച് പേര് ചേരും, അവസാനം ജോലി കിട്ടില്ല, പൈസ പോകും. ഇതൊക്കെ മാർക്കറ്റിംഗ് ആണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാകും. കൊള്ളാം, ബുദ്ധിയുണ്ട്. ആക്ച്വലി ഇത് മാർക്കറ്റിങ്ങോ ഒന്നുമല്ല. ഇത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പണ്ട്, അതായത് ട്രഡീഷണൽ മെത്തേഡ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഒരു വീക്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് കോളേജുകളിൽ എന്താ നടക്കുന്നത്, കോളേജുകളിൽ പഠിച്ചിറങ്ങുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ജോബ് കിട്ടോ എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കോളേജിൽ പഠിച്ചിറങ്ങുന്ന ആർക്കൊന്നും ജോലി കിട്ടുന്നില്ല. അവരതിനു വേണ്ടി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സസോ അല്ലെങ്കിൽ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എക്സ്ട്രാ ചെയ്യണം. അത്തരത്തിലൊരു കോഴ്സാണ് നമ്മളുടെ ഈ കോഴ്സ്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ അതിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ കോഴ്സ് എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അതുകൂടാതെ ഞാൻ പറഞ്ഞത് എന്താ, ഇത്തരത്തിൽ കോഴ്സസ് അവൈലബിൾ ആണ്. അതായത് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ വളർന്നു വരാൻ അല്ലെങ്കിൽ അയാൾക്ക് ഒരു ജോബ് കിട്ടാൻ വേണ്ടി അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ രീതിയിൽ നമ്മുടെ കോഴ്സ് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നത് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആ കമൻറ്റ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ജോബിന് കയറുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്ററാണ്. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ആ രീതിയിൽ ജോബ് നോക്കിക്കോളൂ. പക്ഷെ ജോബ് കിട്ടണം. നിങ്ങളൊന്ന് അന്വേഷിച്ചോ അങ്ങനെ ജോബ് കിട്ടുമോ എന്നുള്ളത്. നെക്സ്റ്റ് കമൻറ്റ് ഫാസിൽ TT. നല്ല ഒരു പാർട്ട്ണർ കിട്ടിയാൽ കരിയർ താനെ വന്നോളും. കരിയർ മാത്രം ലക്ഷ്യം വെച്ച് പോയാൽ കരിയർ ഉണ്ടാകില്ല, പാർട്ട്ണർ ഉണ്ടാകില്ല. എന്താണോ എന്തോ. ഈ വീഡിയോ അവതരിപ്പിക്കുന്ന പെൺകുട്ടിയെ നോക്കൂ, അവൾ എത്ര സുന്ദരിയാണ്. അത് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം. അതുകൊണ്ട് മാത്രമാണ് എൻട്രി ആപ്പ് അവളെ അവതാരികയായി വെച്ചത്. കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾക്കാണ് ഭൂരിഭാഗം ആളുകളും ജോലി കൊടുക്കുകയുള്ളൂ. ഞാൻ പറയാം അതിനെക്കുറിച്ച്. ഇതിൽ ഫാസിൽ TT പറഞ്ഞിരിക്കുന്നത് നല്ലൊരു പാർട്ട്ണർ കിട്ടിയാൽ തന്നെ കരിയർ സെറ്റ് ആവുന്നതാണ്. അതിൻ്റെ ലോജിക്ക് എന്താണെന്നും എനിക്ക് ഒരു ഐഡിയയും കിട്ടണില്ല. എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ആൾ ഉദ്ദേശിച്ചെന്നുള്ളത്. മാത്രമല്ല ഇതെല്ലാവരുടെയും കാര്യത്തിൽ പോസിബിൾ ആവണം എന്നില്ല. കാരണം ഏകദേശം ഒരു 30% ആളുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇത് റെഡി ആയിരിക്കും. അതായത് നല്ല കരിയറും കിട്ടും, അതുപോലെ തന്നെ നല്ല പാർട്ട്ണറും കിട്ടും. പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്നാൽ പിന്നെ നല്ലൊരു പാർട്ട്ണറെ കിട്ടട്ടെ, അതേപോലെ എനിക്ക് കരിയർ സെറ്റ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്നത് ശരിക്കും മണ്ടത്തരമല്ലേ. നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ല, ഒരു 10ാം ക്ലാസ് ഉള്ളൂ, ഇല്ലെങ്കിൽ +2 ഉള്ളൂ. ഇന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സും +2 വെച്ച് ജോബ് കിട്ടുമെങ്കിൽ നമ്മൾ PSCയിൽ എക്സാം എഴുതണം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ ജോലിയൊന്നും കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ 10ഉം +2ഉം കഴിഞ്ഞ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളാവട്ടെ, ഇവർ ജോലിക്കൊന്നും പോകാതെ നല്ലൊരു പാർട്ട്ണറെ കിട്ടട്ടെ, ഞാൻ ആ പാർട്ട്ണറെ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കുമോ ജോലി കിട്ടാൻ? എനിക്കറിയില്ല. ഈ വിദ്യാഭ്യാസം ഇല്ലാണ്ട് പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ ജോലി കിട്ടുമെന്ന് ആൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു ഇതിൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷനോ മറ്റും ഇല്ലെങ്കിൽ അവരുടെ ലൈഫ് തന്നെ കൈവിട്ടുപോകില്ലേ. പിന്നെ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഭംഗിയുള്ളത് കൊണ്ടാണ് എന്നെ ഈ ജോലിക്ക് എടുത്തതെന്ന്.
ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ കയറിയ ആളൊന്നുമില്ല. ഞാൻ ഒരുപാട് നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇഷ്ടംപോലെ റിജക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ ഒരു സ്ഥലത്ത് എത്തുന്നത്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭംഗി കൊണ്ട് നമുക്കൊരു ജോലി കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്ക് കയറിയ ജോലി തന്നെ സാലറി കുറച്ച് കൂട്ടി ചോദിച്ച് അവിടെ ഇരുന്നാൽ പോരായിരുന്നു. അല്ല, നമ്മൾ നമ്മുടെ കരിയർ ഗ്രോത്തും നമുക്ക് സ്കിൽസും നമ്മൾ കയറുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് വേണം, എന്തെങ്കിലും ഒരു ഗുണം വേണം. അതിനാണ് എല്ലാവരും ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഭംഗി കൊണ്ട് നമുക്ക് ജോലിക്ക് എടുത്തെന്ന് വിചാരിക്കട്ടെ, ഒരു കഴിവില്ലാത്ത ഒരാൾക്ക് ഭംഗി കൊണ്ട് മാത്രം ഏതെങ്കിലും ജോലിയിൽ എന്താ പറയുക നിലനിന്ന് പോകാൻ കഴിയുമോ? അതിനേതിനും കമ്പനി സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം അതൊരു ശരിയാണ് നമുക്കൊരു ഇതിൽ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തോന്നിയുള്ളൂ. അല്ലാത്ത കുറേ എനിക്ക് മനസ്സിലായില്ല. കുറേ സംസ്കൃതമോ സാഹിത്യമോ അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ ആരൊക്കെയോ കുറേ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് വായിച്ചിട്ട് പോലും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് വിട്ടു. ഇതെനിക്ക് പിന്നെ മനസ്സിലായി, ഇവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി. ഇവർക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പോസിറ്റീവ് കമൻസിലേക്ക് പോകാം. നെഗറ്റീവ് ഒക്കെ ഒരു സൈഡിൽ ഇരിക്കട്ടെ, നമുക്കിനി പോസിറ്റീവായിട്ടുള്ള കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയൊരു കമൻറ്റ് ഞാൻ വായിക്കാം. ഇന്ത്യ മുഴുവൻ റീച്ച് ആകേണ്ട ഒരു ക്ലാസ് വീഡിയോ ആണിത്. ഇത്രയും പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആണോ? ശരിക്കും ഇന്ത്യ മുഴുവൻ റീച്ച് ആവേണ്ടതാണോ? ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് അനീഷ ദിനു അങ്ങനെ എന്തോ ആണ് പേരെന്ന് തോന്നുന്നു. അപ്പോൾ ആൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ റീച്ച് ആവേണ്ട ഒരു വീഡിയോ ആയിരുന്നെന്നാണ്. ഇന്ത്യ മുഴുവൻ റീച്ച് ആവാൻ സാധ്യതയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് സത്യങ്ങൾ പറഞ്ഞു. എന്നാലും ആരെങ്കിലൊക്കെ ഉറക്കെ പറഞ്ഞിരുന്നെങ്കിലൊന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും ചർച്ച ചെയ്യപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള ടോപ്പിക്ക് തന്നെയാണെന്ന് എനിക്ക് വീഡിയോയുടെ റെസ്പോൺസ് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം അത്രമാത്രം ആളുകൾ, ഈവൻ ഞാൻ വിചാരിച്ചത് വുമൻസ് അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും കൂടുതലൊരു പോസിറ്റീവ് കമൻസ് എന്നുള്ള, പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് കൂടുതലും ചെറുപ്പക്കാരാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ജനറേഷൻ, അവരാണ് കൂടുതലൊരു ഗുഡ് കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ നല്ല മെസ്സേജ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വളരെ എടുത്തു പറയേണ്ട തോന്നിയൊരു കമൻ്റ് ആയിരുന്നു ഇത്. ഇന്ത്യ മുഴുവൻ റീച്ച് ആവുന്നതാണെങ്കിൽ ഇന്ത്യ മുഴുവൻ റീച്ച് ആവും, നമുക്ക് നോക്കാം. നെക്സ്റ്റ് കമൻറ്റ് വിഷ്ണു എ എസ് എന്തോ ഒരു പേര് എനിക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോയിൽ എവിടെയും മാരേജിന് അഗെയിൻസ്റ്റായി പറയുന്നില്ല. വുമൺ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് മാത്രമാണ് പറയുന്നത്. ബട്ട് കമൻറ്റ് ബോക്സിൽ കല്യാണ വിരോധികൾ അവരുടെ അജണ്ട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഒരാളെങ്കിലും ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം കണ്ടിരുന്നത് മനസ്സിലാക്കി, ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിയ പോലെ എനിക്ക് തോന്നി ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ. ഈ കുട്ടി എന്താണോ ഈ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരാൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ഞാനും പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് ഒരു സ്ത്രീ മെൻ്റലി, ഫിസിക്കലി ആസ് വെൽ ആസ് ഫിനാൻഷ്യലി സ്റ്റേബിളായി കഴിയുമ്പോൾ മാത്രം ഒരു മാരേജിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ടൈമിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടുമ്പോൾ മാത്രം വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുക. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളൂ. അതെനിക്കൊന്നും ഈ ഒരാൾ മാത്രമേ അത് മനസ്സിലാക്കിയുള്ളൂ തോന്നുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇത്രയും ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഒരാളെങ്കിലും കിട്ടി, ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല എന്നല്ല, ബാക്കിയുള്ളവർ ഒരുപാട് നല്ല രീതിയിൽ പോസിറ്റീവ് കമൻറ്റ്സ് പറഞ്ഞവരുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒരു ജെന്യുവനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതുപോലെ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് ഉണ്ട് പോസിറ്റീവായിട്ട്, നല്ല വീഡിയോ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വന്നു. പിന്നെ എൻ്റെ പേര് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പേര് റംസീന എന്നാണ്. പിന്നെ അങ്ങനെ കുറച്ച് അതായത് പ്രസൻറ്റേഷൻ കൊള്ളാം, നല്ല അവതരണ രീതി അങ്ങനെയൊക്കെ പറഞ്ഞു, സെയിം തന്നെ പല രീതിയിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും നന്ദി. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു സ്ത്രീ അത് കല്യാണം കഴിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട്. കല്യാണം കഴിക്കേണ്ട എന്നൊന്നുമല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനൊരു വുമൺ അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹത്തെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുന്നത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആൺകുട്ടികളുടെ ഒരു അവസ്ഥേനെക്കുറിച്ച്, ജോലി ഇല്ലാതാവുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു അവസ്ഥേനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഒരു സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജോലി, കല്യാണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾക്ക് എങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നല്ലൊരു ജോലി അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസിനെ ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കാൻ, അപ്സ്കിൽ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റിലും എങ്ങോട്ട് നമ്മൾ നോക്കിയാലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളത് മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഗൈഡൻസ് ഇല്ല, അല്ലെങ്കിൽ മോണിറ്ററിങ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കറക്റ്റ് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ അവർ വിളിച്ച് ചോദിച്ച് അവർ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആ കോഴ്സ് ചൂസ് ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും.
മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലുള്ള കൗൺസിലേഴ്സൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ പുറത്തേക്കാണെങ്കിലും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക, നല്ലൊരു കരിയർ നിങ്ങൾ കെട്ടിപ്പടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.